നമോ നാരായണായ. ശ്രീ പത്മനാഭസ്വാമിക്ക് വേണ്ടി ദേവി ലക്ഷ്മി KL12 00260227 സ്വാമി നടയിൽ സമർപ്പിക്കുന്ന നിർമാല്യ നിവേദ്യം എപ്പിസോഡ് 4. ഇവിടെ പറയുന്നതനുസരിച്ച് ശ്രീ പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലനിൽക്കുന്നതായി കാണുന്നു. അത് അധ്യാപികയ്ക്ക് അറിയേണ്ട കാര്യമില്ല. അധ്യാപിക വേളാങ്കണ്ണി ബസലിക്ക വഴി നൽകിയ ചോദ്യത്തിന് മറുപടി കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ പ്രകാരം പല അറിയിപ്പുകളും വാർത്താവിനിമയ മാധ്യമങ്ങൾ വഴി കൊടുത്തിട്ടും ശത്രു പിന്നെയും തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ആരും തന്നെ അതിന് ഉത്തരം പറയുകയില്ല. ഇതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷീരം നൽകിയ അനുസരിച്ച് നാഗമാതാവ് സംസാരിക്കുന്നു. കർമ്മഫലം അനുഭവിക്കും. അതാരും തന്നെ തടയുകയില്ല. കാരണം അധ്യാപികയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. കിട്ടിയാലും തന്നെയും ഇത് പറയുന്നതനുസരിച്ച് ദൈവവിധി പ്രകാരം കർമ്മഫലം അനുഭവിക്കും. കാരണം ഇത് നിയമവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആരും തന്നെ ഒരു തരി സഹായം കൊടുക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, ശരിയായ ത്രാസ് ഉത്തരമാകും. അതായത് ഒരു അധ്യാപിക 70 പേപ്പർ 60 പേപ്പർ 40 പേപ്പർ ഉണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ആൻസർ മാത്രമേ ഉള്ളവർക്ക് മാത്രമേ മാർക്ക് കൊടുക്കാവുള്ളൂ. അല്ല അധ്യാപികയുടെ മകനാണ് മകളാണ് ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് മാറ്റി എഴുതാൻ പറ്റുകയില്ല. ഇതൊന്നിട്ട് രക്ഷാകർത്താക്കൾ കംപ്ലൈൻറ്റ് പറയും. പേരൻസ് മീറ്റിങ്ങിൽ പേപ്പർ എടുത്ത് അവർ നിയമത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ശരിയായ ത്രാസ് ഉത്തരമാവും. പിന്നെ പന്നൽ രൂപം നടക്കുകയില്ല. അതായത് മന്ദബുദ്ധി, വികലാംഗ അല്ലെങ്കിൽ സംസാരശേഷിയില്ലാത്തവർ ഇവർക്ക് മാത്രമേ ഗവൺമെൻറ് പന്നൽ രൂപം, അതായത് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കൊടുക്കുകയുള്ളൂ. ജന്മശാഖ തർക്കുത്തരം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ വഴി ശിക്ഷാവിധി. അതായത് എൻ്റെ മകളാണ്, എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ട് രക്തപരിശോധന, ശാസ്ത്രീയ പരീക്ഷണങ്ങൾ, ജീൻ ടെസ്റ്റ് ഇതൊക്കെ ഉണ്ട്. DNA ഉണ്ട്. DNA എടുത്തു കഴിഞ്ഞാൽ ഏത് മാതാവാണ് ഏത് അച്ഛനാണെന്ന് ഉടൻ കണ്ടെത്തും. അതുപോലെ മാനസികമായുള്ള സംസാരങ്ങൾ, ശത്രുവിൻ്റെ മാനസികമായുള്ള മുൻ നീക്കലുകൾ അവർ മനസ്സിലാക്കും. അതായത് കേസ് ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമാണെന്നാണ് അധ്യാപികയ്ക്ക് മനസ്സിലാവുന്നത്. അഞ്ചാമത്തത് കാണി പൂജ, കാണി മരുന്ന് വഴി സായുജ്യം. അതുകൊണ്ടാണ് കാട് ജീവിതം ഇഷ്ടപ്പെടുന്നത്. കാണി മരുന്നുകൾ കൊടുത്ത് അധ്യാപികയെ മെയിനായിട്ട് ശാന്തപ്പെടുത്തുന്നു. അതുപോലെ മനസ്സ് റീട്രേസ് ചെയ്ത് നേരെയാക്കുന്നു. അതോടൊപ്പം ഉന്നത രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകളും കഴിക്കുന്നു എന്നല്ല, ഇത് അപ്ലൈ ചെയ്യുന്നു. ശരീരം മുഴുവൻ മലമൂത്രം ഒഴിച്ച് കുളിപ്പിച്ചിട്ട് ഇത് ഡ്രസ്സ് ഇടാതെ ഇവിടെ കൊണ്ട് കിടത്തി നിമിഷ നേരം കൊണ്ട് കാണി ദൈവങ്ങൾ ആനന്ദ്, ആനി, മോനു, നിസി ഈ വ്യക്തികളിലേക്ക് അത് മാറ്റി എന്നാണ് പറയുന്നത്. അതായത് മലമൂത്രം ഒഴിച്ച് അവരിവിടെ കൊണ്ട് കിടത്തും. കാരണം ഇവൾ മലത്തിൽ കുളിച്ച് കിടക്കണം എന്ന് പറഞ്ഞ് കൊണ്ട് കിടത്തുമ്പോൾ കാണി ദൈവങ്ങളെന്ന് പറയുന്നത് രക്തം കുടിക്കുന്ന മൂർത്തികളാണ്. ഇത് നിങ്ങൾ ക്രിസ്ത്യാനിറ്റി മാത്രം മനസ്സിലാക്കുക അല്ലെങ്കിൽ മുസ്ലിം മാത്രം മനസ്സിലാക്കിയ പോരാ. ഈ ഹിന്ദു ദൈവങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കും. അതായത് എനിക്ക് തന്നെ അറിയാം. ഞാൻ മകളുടെ വിസ കിട്ടാൻ വേണ്ടി PMG ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പോൾ 21 ദിവസവും ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് പോയത്. 21ാം ദിവസം ഗവൺമെൻറ് വിസ തരികയാണ്. സിംഗപ്പൂർ ഗവൺമെൻറ്റിൽ നിന്നും സ്റ്റഡി വിസ കുട്ടിക്ക് കൊടുക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട് വരെ DBS ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വരെ പെർമിഷൻ. അല്ലാതെ കിട്ടുകയില്ല. നമുക്കെല്ലാം വിസിറ്റിംഗ് വിസ കിട്ടും, അതെല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ മലമൂത്രം ഒഴിച്ച് കൊണ്ട് കിടത്തിയാലും നിമിഷ നേരം കൊണ്ട് അവർ നേരെയാക്കും. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ആരായെന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ല. ഇല്ലാത്ത കൽപ്പിത വ്യാജ സംസാരങ്ങൾ അന്യരാജ്യങ്ങൾ മുഖവില ശിക്ഷാവിധി കൂട്ടും. അതായത് അടി കൊടുത്താൽ ശരിയാവും, അടി കൊടുത്താണ് നേരെയാക്കുന്നത്, രാവിലെ കൈ നീട്ടിയിട്ടാണ് കഞ്ഞി വയ്ക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യരാജ്യങ്ങളിൽ റെക്കോർഡ് ചെയ്യും. അവർ വിചാരിക്കും ശരിയായിരിക്കും. ടേപ്പ് ഇട്ടാണ് ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇതൊക്കെ ക്രിമിനൽ കുറ്റാന്വേഷണക്കാർക്കേ അറിയാവൂ, എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ജീസസ് കോൾസ് ഷാരോൺ എന്ന് പറഞ്ഞ കുട്ടി സ്വിറ്റ്സർലൻഡിൽ നിന്ന് മരിച്ചതാണ്. അതായത് ആനന്ദിൻ്റെ ഭാര്യയാണ്. കുടുംബ സംസാരം അവർ പറയുന്നതായിട്ട് കേൾക്കാം.
സ്റ്റാലിൻ IPS ക്ഷണപ്രകാരം പോയ കല്യാണമാണ്. അതായത് ജീസസ് കോൾസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രാർത്ഥനക്കാരുടെ കുടുംബമാണ്. അവർ പണ്ടേ അവരുടെ മകൾ മരിച്ചു പോയെന്നും, എന്നാൽ അവർ പ്രാർത്ഥനയിൽ വീണ്ടും ഇപ്പോൾ അവരുടെ പോൾ ദിനകരൻ്റെ മകളാണ് ഷാരോൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും എന്തോ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, പഠിച്ച ഡോക്ടറോ MBBS ഒക്കെയാണ്. അവരുടെ കുഞ്ഞിനെ കല്യാണം കഴിച്ചു, പണം ഉണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് കൊന്നു കളഞ്ഞാൽ അവരൊന്നും ഉത്തരവാദിത്വം പറയുകയില്ല. ഈ രീതിയിൽ ശത്രു മുന്നോട്ട് പോയാൽ രാജ്യങ്ങളുടെ മുമ്പിൽ നീചത്വം വാർത്താവിനിമയങ്ങൾ വഴി കുടുംബ നേട്ടം ഉണ്ടാവുമെന്ന് ദേവി ലക്ഷ്മി അറിയിക്കുന്നു. ഓം നമഃ ശിവായ.